CMR എക്സാലോജി കേസിലെ ED റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ പണം കണ്ടുകെട്ടാൻ ED 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ കണ്ടുകെട്ടാനാണ് EDയുടെ നീക്കം. മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് വീണ തൈക്കണ്ടിയുടേതാണ്. CMR എക്സാലോജിക് ഇടപാട് കേസിൽ ED അന്വേഷണം തടയണമെന്ന CMR അപ്പീൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. ഇതോടുകൂടി ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷമാണ് EDക്ക് ഉണ്ടായിരിക്കുന്നത്. അതിവേഗ നടപടികളിലേക്ക് കടക്കാൻ ED ഡയറക്ടറും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിവിൽ നടപടികളാണ് ആദ്യഘട്ടത്തിൽ, അതായത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാൻ പോവുകയാണ്. നേരത്തെ CMRലുമായി ബന്ധപ്പെട്ടും വീണ ടിയുമായി ബന്ധപ്പെട്ടും അടക്കം ഏകദേശം 12ഓളം ലൊക്കേഷനുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് 242 അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപ ഫ്രീസ് ചെയ്തിരുന്നു, മരവിപ്പിച്ചിരുന്നു. ആ തുകയടക്കം കണ്ടുകെട്ടി നടപടികളിലേക്ക് മുന്നോട്ട് പോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഇപ്പോൾ ഫ്രീസിംഗ് ആണ്, അത് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും, പിന്നീട് അറ്റാച്ച്മെന്റും ഉണ്ടാകും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകാനാണ് ED ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഉടൻ ഉണ്ടാവുകയും ചെയ്യും. ഈ 242 അക്കൗണ്ടുകളിലെ ഒരു അക്കൗണ്ട് വീണ ടിയുമായി ബന്ധപ്പെട്ടാണ്, HDFCയിലെ അക്കൗണ്ട്. ഇതോടൊപ്പം തന്നെ അന്ന് റെയ്ഡിൽ ഒട്ടനവധി രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തിരുന്നു. അതായത് വീണയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വീണയുടെ വീട്ടിൽ നിന്നടക്കം FDയുമായി ബന്ധപ്പെട്ട രേഖകൾ, അതോടൊപ്പം തന്നെ നിക്ഷേപ രേഖകൾ ഉൾപ്പെടെയാണ് കണ്ടെടുത്തത്. അപ്പോൾ ഈ രേഖകൾ തുടർന്നും കൈവശം വയ്ക്കുന്നതിന്, കേസിന്റെ ആവശ്യത്തിനായി അത് തുടർന്നും കൈവശം വയ്ക്കുന്നതിന് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് വീണ്ടും ഒരു റിപ്പോർട്ട് ED നൽകാനാണ് നീക്കം. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും ഉണ്ടാകും. ഇതോടൊപ്പം വളരെ സുപ്രധാനമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഇനി ചോദ്യം ചെയ്യൽ നടപടികളാണ്. വീണയ്ക്കടക്കം നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ വീണയുടെ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ചോദ്യം ചെയ്യലിന് മുൻപായി തന്നെ ഉണ്ടാകും എന്ന സൂചനകളും EDയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അത്തരം നടപടികളും ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതോടൊപ്പമാണ് മറ്റ് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടക്കം, വിദേശ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ കൂടുതൽ പേരിലേക്കടക്കം അന്വേഷണം പോകുന്നു. കൂടുതൽ CMR ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്താനുള്ള നീക്കമൊക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നടപടികൾ വരുന്നയാഴ്ച, അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന സൂചനകളാണ് ED വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് വീണയെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളാണ്. മുൻപ് റെയ്ഡ് നടന്ന ഘട്ടത്തിൽ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അന്ന് വീണയോട് ED ചോദിച്ചിരുന്നു. പക്ഷേ അതിലെ ആ മറുപടിയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്ന നിലപാടാണ് EDക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇൻട്രോഗേഷൻ, വിളിച്ചു വരുത്തിയുള്ള ഇൻട്രോഗേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.